ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഇവിടെ സൺഡേ ആണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, ജോലിക്ക് പോകേണ്ട, സുഖമാണ്. ശരത്തേട്ടനാണെങ്കിൽ രാവിലെ നേരത്തെ പോയിട്ടുണ്ട്, എന്തോ മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 7 മണിയാകുമ്പോഴേ പോയിട്ടുണ്ട്. അപ്പം ഇന്ന് ഹോൾ ഡേ നമുക്ക് ഫ്രീ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് പുറത്ത് പോയിക്കാൻ നോക്കിയാൽ നല്ലൊരു കുറച്ച് വിൻഡിയാണ്, എന്നാലും നല്ലൊരു വെതറാണ്. ചിലപ്പോൾ പുറത്തിറങ്ങിയാൽ ഒടുക്കത്തെ തണുപ്പുമായിരിക്കും കേട്ടോ. സോ രാവിലെ തന്നെ കുളിച്ച് സെറ്റായി നിന്ന സ്ഥിതിക്ക് ഞാൻ രാവിലെ പൊതുവേ ചെയ്യാറുള്ള ഈ സ്കിൻ കെയർ റൊട്ടീൻ കാണിച്ചു തരാം. ഇതൊരു വലിയ ബ്യൂട്ടി വ്ളോഗും അങ്ങനെ സ്കിൻ കെയർ പരിപാടികളൊന്നുമല്ല. ഞാൻ പൊതുവേ ചെയ്യുന്ന എനിക്ക് എഫക്റ്റീവ് ആണെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ പൊതുവേ ഞാൻ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസറും പിന്നെ സെറോ ഏതാണെന്നുള്ളതാണ് ഞാൻ പറയുന്നുള്ളത്. അപ്പം ഞാൻ ഒരുവിധം എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന മെയിൻലി മോർണിംഗ് ആണ്, നൈറ്റ് ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് സെറാവേൻ്റെ മോയ്സ്ചറൈസർ. ഇത് അടിപൊളിയാണ്. ഇത് ഞാൻ എപ്പോഴും ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മോർണിംഗ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആയിട്ട് നിൽക്കില്ല. ഇപ്പോൾ തന്നെ ഞാൻ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്നും രാവിലെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തേത് ഇപ്പോൾ നിങ്ങളോടും കൂടി കാണിച്ചിട്ട് ചെയ്യാം. കുറച്ചേ എടുക്കുള്ളൂ, കുറേ എടുക്കുമൊന്നുമില്ല. കുറേ എടുത്താൽ എനിക്ക് ഇങ്ങനെ മുഖം ഇങ്ങനെ ഓയിലി ആയിട്ട് നിൽക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല. ഇത് ഒട്ടും അപ്ലൈ ചെയ്തതായിട്ട് തോന്നുന്നില്ല, ലൈറ്റാണ്. ഫേസിലൊരു ഓയിലി ഒരു ഫീലും ഒന്നും വരില്ല. പിന്നെ സെക്കൻഡ് ആയിട്ടുള്ളതാണ് ഈ ഗാർണിയറിൻ്റെ ഇത് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗാർണിയറിൻ്റെ ഈ ഹൈലൂറോണിക് ആസിഡും എലോവേറയും മിക്സുള്ള സെറം. ഇതും ഫേസ് സെറാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെതും അങ്ങനെ തന്നെയാണ്, ഭയങ്കര സ്റ്റിക്കി ആവില്ല. അപ്പോൾ മോർണിംഗ്സിൽ ഇപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്നും ഈ ഫൗണ്ടേഷനും ഒക്കെ എനിക്ക് മൂടുണ്ടെങ്കിലേ ഞാനത് ചെയ്യാറുള്ളൂ. അപ്പം ഈവൻ മോയ്സ്ചറൈസറും ഈ സെറവും അപ്ലൈ ചെയ്തിട്ട് പോയാലും എനിക്ക് അങ്ങനെ ഭയങ്കര ഡള്ളായിട്ട് ഫേസ് തോന്നാറില്ല. എനിക്കങ്ങനെ ഇഷ്ടമാണ്. എന്നിട്ട് കുറച്ച് മസാജ് ചെയ്ത് കൊടുക്കും, എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് രണ്ടുമാണ് മെയിൻലി ഞാൻ ചെയ്യാറ് രാവിലെ. പിന്നെ എൻ്റെ ഹെയർ സെറം മാർക്ക് ആൻ്റണീൻ്റെ ഹെയർ സെറാണ്. ഇത് ആൻറ്റി ബ്രേക്കേജ് ആണ്. സംഭവം എന്താ വെച്ചാൽ എൻ്റെ മുടി ഈ ഡ്രൈ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അത്യാവശ്യം ഫ്രിസി ഹെയർ ആണ്. അത് ഇവിടുത്തെ വെള്ളം കൊണ്ടും പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടും ഞാനധികം കെയർ ചെയ്യാത്തതുകൊണ്ടും ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ഫ്രിസിനെസ് പൊക്കാൻ ഇത് അടിപൊളിയാണ്, ആൻറ്റി ബ്രേക്കേജ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്രിസി ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പൊട്ടി പോകുന്നതുകൊണ്ട് ഞാൻ ഇതാണ് മേടിച്ചതെന്നേ ഉള്ളൂ. ഇത് അത്യാവശ്യം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇതും ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ നമ്മളിപ്പോൾ എന്താ സെറൊക്കെ ചിലത് അപ്ലൈ ചെയ്യുമോ, ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുകയോ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ വോളിയം കുറഞ്ഞ മാതിരി നിൽക്കുമല്ലോ, ഇങ്ങനെ ഒട്ടി നിൽക്കുമല്ലോ. ഇപ്പോൾ പശു നക്കിയ പോലെയൊക്കെ അതെൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ പറയാറുണ്ട്, പശു നക്കിയ പോലെ ഉണ്ടല്ലോ നിൻ്റെ തലമുടി കാണാൻ. അങ്ങനെ ആ പശു നക്കിയ പോലെ ആവില്ല. ഇത് അത്യാവശ്യം ഇങ്ങനെ സെറ്റ് ചെയ്ത പോലെ നിൽക്കും. അത്രയേ ഉള്ളൂ. ഇത്രയും ബ്യൂട്ടി ടിപ്സൊക്കെ എനിക്ക് ഇന്നത്തേക്ക് പറയാനുള്ളൂ. കാര്യം ഞാനിതിൽ അത്ര നോളേജൊന്നും ഇല്ല. അങ്ങനെ ട്രയൽ ആൻഡ് എറർ ഉള്ള പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു മാത്രം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ അത്യാവശ്യം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കൂട്ടത്തിലല്ല. ഞാനൊരു ടീ ഓർ കോഫി പേഴ്സൺ അല്ലാത്തതുകൊണ്ട് ബൂസ്റ്റാണ് കുടിച്ചത് ഇന്ന്. കുറച്ച് നല്ല ഐറ്റംസ് ഒക്കെ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാഷ്യൂനട്ടും ബദാമും വാൾനട്ടും രാവിലെ തന്നെ കഴിച്ചത്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മൈലോ കുട്ടൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. സോ അവൻ്റെ കൂടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു, കളിച്ചു, തലോടി. ഇങ്ങനെ അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്കൊരു തെറാപ്പി പോലെയാണ് ഫീൽ ചെയ്യാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും മനസ്സിലേക്ക് വരില്ല. ഇവൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുക, കുട്ടികളുടെ കൂടെ കളിക്കുന്ന പോലെ. പക്ഷേ എനിക്ക് ഇവനൊരു എൻ്റെ ബേബീനെ പോലെയാണ് ഞാനും ശരത്തേട്ടനും കാണുന്നത്. റെഡിയൊക്കെ ആയി. ഇനി പുറത്ത് അങ്ങനെ സ്നോയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല കാറ്റും തണുപ്പും ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് ജാക്കറ്റ് ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി നമുക്ക് ഇന്നൊരു വെറൈറ്റിക്ക് ബസ്സിന് പോവാം. ബസ്സിലൊന്ന് ബ്രാൻഡ്ഫോർഡ് ഒന്ന് കറങ്ങാം. അതാണ് ഇന്നത്തെ ഒരു പ്ലാന്. എനിക്ക് ഈ ജാക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഈ കളറ് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇത് ഇങ്ങനെ ഇടാനും പറ്റും. അപ്പം നമ്മൾ ബസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നാറുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ഈവനിങ് വാക്കിന് ഒക്കെ പോകുന്ന ടൈമിൽ കുറേ ചെടികളും പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് അടിക്കുന്ന സ്ഥലമാണ് ഇത്. ഒരു കൺട്രി സൈഡും അല്ല, ഭയങ്കര ഒരു ഏർബൻ ഏരിയയും അല്ല. അപ്പോൾ ഒരു പീസ്ഫുൾ, ഒരു കാം ഏരിയ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്.
പിന്നെ ഞങ്ങളിങ്ങനെ നടന്നാൽ നമുക്ക് ഈ പാർക്കിംഗ് ഏരിയ എത്തും. പാർക്കിംഗ് ഏരിയയിലേക്ക് നമുക്കിപ്പോൾ പോകേണ്ട കാര്യമില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കാറിലല്ലല്ലോ പോകുന്നത്. കാറാണെങ്കിൽ ഇവിടെ ഇല്ലതാനും, ശരത്തേട്ടൻ എടുത്തതാണ്. അപ്പം ഇങ്ങനെ നടന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇന്ന് കുറച്ച് ടൈം ഉള്ളത് കൊണ്ട് ബസ്സിലൊക്കെ പോവാം എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ഇന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഈ യെല്ലോ ഫ്ലവേഴ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി തോന്നി. ഇതാണ് നമ്മളെ ബസ് സ്റ്റോപ്പ്. ഇവിടുന്ന് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മളെ ബസ് വന്നു. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പൊ സീറ്റൊക്കെ കിട്ടി. കാനഡയിൽ ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ടാണ് വന്നത്. 2 ഇയർ കോഴ്സ് ആയിരുന്നു. ആ കോഴ്സൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഒരു 1 ഇയർ ആയി കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് മാസമൊക്കെ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്തത് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തന്നെയായിരുന്നു. ഇപ്പൊ കുറെ കാലമായി ബസ്സിലൊക്കെ പോയിട്ട്. അപ്പം നല്ലൊരു ഫീലാണ് ഉള്ളത്. ഫൈനലി നമ്മൾ ബ്രാൻഡ്ഫോർഡ് ബസ് ടെർമിനലിൽ എത്തി എന്ന് പറഞ്ഞിട്ട് എത്തിയില്ലല്ലോ എന്നല്ലേ, കുറച്ചും കൂടി പോകണം എന്നാലേ എത്തുള്ളൂ. ഇതാണ് ബ്രാൻഡ്ഫോർഡ് ബസ് ടെർമിനൽ. ഇവിടെ ഇന്ന് തിരക്കൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സൺഡേ ആണല്ലോ. അപ്പോൾ ആൾക്കാർ പൊതുവെ വീട്ടിൽ സ്പെൻഡ് ചെയ്യുക, ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുകയാണ് ഇവിടെ പതിവ്. തിരക്കധികം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനും എളുപ്പമായിരുന്നു. പിന്നെ ഓഫീസൊക്കെ സാറ്റർഡേ സൺഡേസ് ഓഫാണ്. എന്തെങ്കിലും നോട്ടീസും ഇൻഫർമേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാണ് പൊതുവെ സ്റ്റിക്ക് ചെയ്യാറ്. ഞാൻ പഠിച്ച കോളേജാണ് കൊണസ്റ്റോഗ കോളേജ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സർവീസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സായിരുന്നു. 2 ഇയർ കോഴ്സ്, PG കോഴ്സാണ് പഠിച്ചത്. ഭയങ്കര വിൻഡിയാണ്. നമുക്ക് തിരിച്ചു പോകേണ്ട ബസ് എത്തി. സൺഡേസ് പൊതുവെ 1 അവറിൽ ഒരു ബസ്സേ ഉണ്ടാവാറുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു ഗോ ബാക്ക്. ഞാൻ ബസ്സിൽ പോകുന്ന കാലത്ത് കോളേജ് ID ഉള്ളത് കൊണ്ട് ഫ്രീ ആയിരുന്നു. കോളേജ് IDക്ക് വേറെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഫ്രീ ജിം, സ്വിമ്മിംഗ് പൂൾ, പിന്നെ YMCA മെമ്പർഷിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ബ്രാൻഡ്ഫോർഡ് ബസ് ടിക്കറ്റ് ഫെയർ $3 ആണ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് ഇവിടെ ഇങ്ങനത്തെ സിറ്റി ബസ് പോലെയുള്ള ബസ്സുകളുണ്ട്. പിന്നെ ഗോ ബസ് ഉണ്ട്, ഗോ ട്രെയിൻ ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഗൂഗിൾ മാപ്പിൽ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ബസ് സ്റ്റോപ്പും നെക്സ്റ്റ് ബസ് സ്റ്റാൻഡും ടിക്കറ്റ് ചാർജും ഫുൾ റൂട്ട് മാപ്പും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ബസ് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. ചെറുതായിട്ട് മഴ ചാറുന്നേ ഉള്ളൂ, പക്ഷേ അടിപൊളി തണുപ്പാണ്. ചെവിയൊക്കെ ചെറുതായി വേദനയുണ്ട്. അതുകൊണ്ടാണ് ക്യാപ്പൊക്കെ ഇട്ടത്. അപ്പം അപ്പാർട്ട്മെൻറ്റിലേക്ക് നടക്കുകയാണ്. ഇവിടുത്തെ വഴി നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എവിടെ പോയി തിരിച്ചു വരുമ്പോഴും മൈലോക്കൂട്ടൻ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കും. നമ്മളെ കൂടെ കുറേ നേരം കഡിൽ ചെയ്യാനും പിന്നെ കളിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ വീട്ടിൽ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ഒരാൾ നിൽക്കുന്നതെന്നുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പം ഭയങ്കര ഒരു ഇഷ്ടമാണ് അങ്ങനെ ഒരു മൈലോക്കൂട്ടനും ഞാനുമുള്ള ടൈം. അങ്ങനെ അവനിങ്ങനെ കൊഞ്ചിച്ച് ഇങ്ങനെ ചൊറിഞ്ഞൊക്കെ കൊടുത്ത് സുഖിപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കുറച്ച് നേരം. ഇനി അവന് ഫുഡ് കൊടുക്കണം. എനിക്കാണെങ്കിലും നല്ലോണം വിശക്കുന്നുണ്ട്. വല്ലതും ഉണ്ടാക്കണം. കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ. എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ്, ഒരു മൈൻഡ്ഫുൾ വീക്കെൻഡ് ആവട്ടെ. അപ്പം ശരി, ബൈ ബൈ, ടേക്ക് കെയർ.